അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്ന് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനികൾ. ചരിത്ര സമരം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ലോകതന്ത്ര സംഘർഷ സേനാനി സംഘത്തിന്റെ ദക്ഷിണേന്ത്യൻ ഘടകം കേന്ദ്ര സർക്കാരിനോട് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ കറുത്തയേടായ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടം രണ്ടാം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കണമെന്നാണ് കാസർഗോഡ് ചേർന്ന സംഘടനയുടെ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടത്. എല്ലാ സമരസേനാനികൾക്കും ചികിത്സാ സഹായം നൽകുക, മരിച്ച സമരസേനാനികളുടെ കുടുംബത്തിന് സഹായധനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ യോഗം തീരുമാനിച്ചു. അപ്പോൾ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വന്നിട്ടുള്ള പ്രതിനിധികൾ ഈ കാര്യത്തെക്കുറിച്ച് ഭാവി തീരുമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് അടിയന്തരാവസ്ഥയിൽ സമരം ചെയ്ത എല്ലാ ആളുകൾക്കും ഒന്നാമതായി ഈ സമരത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണം. സമരത്തിൽ പങ്കെടുത്ത എല്ലാ സമരസേനാനികൾക്കും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം. ലോകതന്ത്ര സംഘർഷ സേനാനി സംഘത്തിന്റെ സൗത്ത് ഇന്ത്യ ഫോറം പ്രസിഡന്റ് അശോക് കുമാർ യാദവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഓം ശക്തി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഘടകം പ്രസിഡന്റ് കെ ശിവദാസ്, ജനറൽ സെക്രട്ടറി ആർ മോഹനൻ, വൈസ് പ്രസിഡന്റുമാരായ വി രവീന്ദ്രൻ, എ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, കാസർഗോഡ്.